ഒരു സ്ത്രീക്ക് ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും, എത്രമാത്രം പണമോ എത്ര വീടുകളോ അല്ലെങ്കിൽ എത്ര വണ്ടികളോ എത്ര സമ്പാദ്യമൊക്കെ ഉണ്ടെങ്കിലും ഒരു സ്ത്രീയുടെ മനസ്സ് ഏറ്റവും സന്തോഷിക്കുന്നത് അവൾ സ്നേഹിക്കപ്പെടുമ്പോഴും ബഹുമാനിക്കപ്പെടുമ്പോഴുമാണ്. എനിക്കിപ്പോൾ മീഡിയാസിൻ്റെ മുമ്പിൽ പോലും വന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത വിലക്കുകളുണ്ട്. എനിക്കെതിരെ പല വിമർശനങ്ങൾ നടക്കുമ്പോൾ അതല്ല അതിൻ്റെ സത്യമെന്ന് പറയാൻ പറ്റാതെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ എന്തെങ്കിലും എനിക്ക് സംസാരിക്കാൻ ദൈവരാവസരം തരുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ ഓരോ ദിവസവും ഇതെല്ലാം സഹിച്ച് കാരണം എനിക്ക് എന്ത് വിഷയം വന്നാലും എനിക്കത് നിയമപരമായിട്ട് മാത്രമേ നീങ്ങാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരു സ്ഥലത്തിരുന്ന് എന്നെ ആർക്കും കരിവാരിത്തേക്ക് എന്നെ കല്ലറിയാം, പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കതെല്ലാം കേട്ടിങ്ങനെ ഇരിക്കുക. കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് നിയമപരമായിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ എൻ്റെ വഴിക്ക് അതായിട്ട് പോകും. തൻ്റെ ഇടി എന്ന് പറഞ്ഞ ഒരു സാധാരണക്കാരിയാണ്. എല്ലാ സാധാരണക്കാരിലും ഉണ്ട് ഒരു അവസരം വരുമ്പോൾ പ്രതികരിക്കുക, അവരവർക്ക് അവനവനെതിരെ ഒരു അനീതി ഉണ്ടാകുമ്പോൾ പ്രതികരിക്കുക എന്നുള്ളത് ഏതൊരു സാധാരണക്കാരനിലും സാധാരണക്കാരനോ വലിയ ഒരൊറ്റ കാര്യമാണ് എനിക്ക് ദിലീപിനോട് നേരിട്ട് തന്നെ പറയാനുള്ളത്. മഞ്ജുവാരെ തൊട്ട് കളിച്ചാൽ കേരളത്തിലെ സ്ത്രീകളോ കേരളത്തിലെ ജനങ്ങളോ ദിലീപിന് വിടില്ല. ദിലീപിന് ഒരിക്കലും സമാധാനം കിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. അതൊന്ന്. രണ്ടാമത്, ഇതിവിടെ തീർന്നിട്ടില്ല. ഹൈക്കോടതി, സുപ്രീം കോടതി എവിടെയൊക്കെ കിടക്കുന്നുണ്ട് കാര്യങ്ങൾ. അവിടെ അങ്ങോട്ട് ജയിക്കും എന്ന് ഉറപ്പിക്കൊന്നും വേണ്ട. ഈ ജയം മറിഞ്ഞുകൂടായികയില്ല. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം കളിക്കാൻ. അതിനേക്കാളും നീ ഇപ്പോൾ ഈ തരത്തിൽ എന്തെങ്കിലും തരത്തിൽ അക്രമം സ്വന്തം ഫാൻസിനെ കൊണ്ടോ ഗുണ്ടകളെ കൊണ്ടോ പണം കൊടുത്തിട്ടും അല്ലാതെയും ഒക്കെ, ഫാൻസ് പറഞ്ഞാൽ ആരാധകരാണല്ലോ. അപ്പം അവരെ ഇളക്കി വിട്ടിട്ടോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും തിരിച്ചടിക്കും. ആ കളിക്ക് ദിലീപ് നിൽക്കണ്ട എന്നാണ് എനിക്ക് പറയാം. നേരത്തെ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ ആ സ്ത്രീയോടൊപ്പമാണ്. കാര്യം അത് ഈ നടി അല്ലെങ്കിലും ഇത്തരം കാര്യങ്ങൾ വളരെ ക്രൂരമായ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയിലായതുകൊണ്ട് മാത്രമാണ് ഇത് വളരെ മുഴച്ചു നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ അവരുടെ ഭാഗത്താണ്. അതോടൊപ്പം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞാൻ ചെയ്യുന്നത്, ഇങ്ങനെ അത് സംഭവിക്കാതിരിക്കുക. വളരെ നന്ദി. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. നമ്മളിതിന്റെ കേസ് ഫയലും കണ്ടിട്ടില്ല, നമ്മൾ കൃത്യം നേരിട്ട് കണ്ടിട്ടില്ല. ഒരു കോടതി വിധിയെ നമ്മൾ വിശ്വസിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനും കാത്തിരിക്കുകയാണ്. അങ്ങനെ തന്നെ ആര് തെറ്റിയിട്ടുണ്ടോ അവർ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. ഒരു കാരണവശാലും രക്ഷപ്പെടരുത്. അതല്ലേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞത് ഇതുപോലെ തന്നെ കാണിക്കണേ, മുക്കും മൂലയും മുറിച്ചിട്ട് കാണിക്കരുത്. സോറി അത് കോടതി തീരുമാനിച്ചോളും. ഞാൻ 2017 ഇത് തന്നെയാണ് പറഞ്ഞത്. കോടതി തീരുമാനിക്കട്ടെ. കോടതി തീരുമാനിക്കട്ടെ. ആയിട്ടില്ലല്ലോ. ഇല്ല, ഫൈനൽ വിധി വന്നിട്ടില്ലല്ലോ. ഫൈനൽ വിധി വന്നിട്ടില്ല. വിധി പ്രഖ്യാപനം വരുന്നതിന് ഇനിയും നമ്മൾ 2 ദിവസം 12-ാം തീയതി വരെ കാത്തിരിക്കണം. അത് എന്ത് തന്നെയായാലും നമ്മളത് അംഗീകരിക്കുന്ന ഒരു സമൂഹമല്ലേ. ഇല്ലെങ്കിൽ പിന്നെ ജനാധിപത്യ സംവിധാനത്തിന് വേണ്ടി നിങ്ങൾ തന്നെ അങ്ങനെ ചില ഈ രാജ്യത്തെ ഉടയ്ക്കാൻ നിൽക്കുന്നവരുടെയൊക്കെ വാദമുഖങ്ങൾ ശബ്ദമായി ഉയരുമ്പോൾ നിങ്ങൾ എന്തിനാണ് അതിനെ പിന്തുണയ്ക്കാൻ പോകുന്നത്? സംവിധാനമല്ലേ നേരെ പോകുന്നത്. പോകട്ടെ. എനിക്ക് നിങ്ങളോടൊരു വലിയ ഒരു അപേക്ഷയാണ് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് നടത്താനുള്ളത്. ഒന്ന്, ആ കുട്ടിക്ക് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ കഴിയില്ല. അതിൻ്റെ നിയമപരമായും അല്ലാതെയുമുള്ള തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റോ അങ്ങനെ ഒരു ടു ദ ക്യാമറ പീസോ ഇന്ന് നിങ്ങൾ പ്രതീക്ഷിക്കും. നടിയെ പീഡിപ്പിച്ച കേസിലെ ഗൂഢാലോചന നടത്തിയതിന് തെളിവില്ല എന്ന് കണ്ട് നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണിപ്പോൾ. പൊതുസമൂഹത്തിന് ഇപ്പോഴും ഈ ഒരു കേസിനെ കുറിച്ചൊന്നും വ്യക്തത വന്നിട്ടില്ല. മാധ്യമ പ്രവർത്തകർക്കും പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തിയ മാധ്യമ പ്രവർത്തകർക്കും സിനിമാക്കാർക്കും സർക്കാർ പ്രോസിക്യൂഷനും ഇരയുടെ വക്കീലിനും കുടുംബത്തിനും ഒക്കെയാണ് കാര്യങ്ങൾ കൂടുതലായിട്ടും അറിയാവുന്നത്. എന്നാൽ വിധി കേട്ട് കോടതിയിൽ നിന്ന് പുറത്തു വന്ന ദിലീപ് മാധ്യമങ്ങളോട് പറഞ്ഞത് നടിക്കെതിരെയല്ല, തനിക്കെതിരെയാണ് യഥാർത്ഥത്തിൽ ഗൂഢാലോചന നടന്നിട്ടുള്ളത് എന്നാണ്. അത് അന്വേഷിക്കാൻ പരാതി നൽകുമെന്ന് ദിലീപ് പറഞ്ഞിരുന്നു. അതേസമയം കോടതി വിധി വരുന്നതിന് ഒരാഴ്ച മുൻപ് ലഭിച്ച നടി ആക്രമിക്കപ്പെട്ട ഈ ഒരു കേസിലെ വിധിയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ള ഊമക്കത്ത് ഹൈക്കോടതി പരിശോധിക്കും. കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് യശ്വന്ത് ഷേണായിക്കാണ് ഈ ഒരു കത്ത് ലഭിച്ചത്. തനിക്ക് ലഭിച്ചതെന്ന് പറഞ്ഞ് യശ്വന്ത് ഷേണായി ഊമക്കത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കൈമാറി. ഒരു കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ കത്തിൽ പറയുന്നത്, ഈ കേസിലെ വിധി പറയുന്നതിന് ഏതാണ്ട് ഒരാഴ്ച മുൻപ് ഡിസംബർ 2-ാം തീയതി ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷന് ഒരു ഊമക്കത്ത് കിട്ടുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് പോസ്റ്റൽ വഴിയാണ് ഈ കത്ത് വന്നിരിക്കുന്നത് എന്നതാണ്. ഒരു പേജുള്ള DTP ചെയ്ത ഒരു കത്താണ്. ആ കത്തിൽ പറയുന്നത് ഈ കേസിൽ ഇന്ന പ്രതികളെയാണ് വിട്ടയക്കാൻ പോകുന്നത്, ഇന്ന പ്രതികളെയാണ് ശിക്ഷിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചിലരുടെ പേര് വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഒറ്റ പേജുള്ള ഒരു കത്താണ് കിട്ടുന്നത്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന പേരിലാണ് ഈ കത്ത് അഭിഭാഷക അസോസിയേഷൻ കിട്ടിയിരിക്കുന്നത്. ആ കത്ത് വിധി വന്ന ദിവസം 8-ാം തീയതിയാണ് ഹൈക്കോടതിയുടെ അഭിഭാഷക അസോസിയേഷന്റെ പ്രസിഡന്റ് യശ്വന്ത് ഷേണായി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കൈമാറിയിരിക്കുന്നത്. അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഈ കത്തിലൊരു അന്വേഷണം വേണമെന്നതാണ്. അതായത് ഈ കത്ത് പ്രകാരമാണെങ്കിൽ ഇതിലെ വിധിന്യായങ്ങൾ ചോർന്നിട്ടുണ്ടോ എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിൽ വസ്തുതയുണ്ടോ ഇല്ലയോ എന്നത് പുറത്തു വരേണ്ടതുണ്ട് എന്നതാണ് ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ചീഫ് ജസ്റ്റിസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഹൈക്കോടതിയുടെ വിജിലൻസ് വിഭാഗമോ മറ്റേതെങ്കിലും ഏജൻസിയോ ഒരു അന്വേഷണം നടത്തണം. ഈ കത്ത് ആരയച്ചു, എന്താണ് ഉദ്ദേശം, ഇതെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ കത്തിൽ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ
എന്നതുകൂടി പുറത്തു വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇത് ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ കാണണം എന്നൊരു ആവശ്യമാണ് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷന്റെ പ്രസിഡന്റ് തന്നെ ചീഫ് ജസ്റ്റിസിന് മുന്നിൽ വച്ചിരിക്കുന്നത്. ഇനി ഹൈക്കോടതിയാണ് ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കേണ്ടത്. ഈ കേസുമായി ബന്ധപ്പെട്ട തുടക്കം മുതലേ ഉള്ള വിവാദങ്ങൾ അതിനെ ചീഫ് ജസ്റ്റിസും 4 മുതിർന്ന ജഡ്ജിമാരും അടങ്ങുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഇന്ന് യോഗം ചേർന്ന് കത്തിന്റെ ആധികാരികത അടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കും. ഡിസംബർ 6-നാണ് ഷേണായിക്ക് ഈ ഒരു കത്ത് ലഭിച്ചത്. 8-ന് വിധി വന്നതിന് ശേഷം ഈ കത്ത് അദ്ദേഹം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കൈമാറിയിരുന്നു. നടിയെ ആക്രമിച്ച കേസിലെ ആദ്യത്തെ 6 പ്രതികൾ കുറ്റക്കാരാണെന്നും 7-ാം പ്രതി ചാർലി തോമസും 8-ാം പ്രതി ദിലീപ് അടക്കമുള്ള മറ്റു പ്രതികൾ കുറ്റവിമുക്തരാകുമെന്ന് ആ ഒരു കത്തിൽ സൂചിപ്പിച്ചിരുന്നു. കോടതിക്ക് തെറ്റുപറ്റിയെന്ന് ഞാൻ പറയുള്ളൂ. ദിസ് ഈസ് എൻ എറോണിയസ് ജഡ്ജ്മെന്റ്. ഒരു കാരണവശാലും നിലനിൽപ്പില്ലാത്തൊരു ജഡ്ജ്മെന്റാണ് ഈ എക്വിറ്റൽ ആസ്പെക്ട്. ഒരു മാസ്റ്റർ കോൺസ്പിറേറ്ററെ വെറുതെ വിട്ടുള്ള ജഡ്ജ്മെന്റ് ഒരു കാരണവശാലും നിലനിൽക്കില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു ക്രിമിനൽ ഗൂഢാലോചനയിൽ രേഖാപരമായ തെളിവുണ്ടായിട്ട് നമ്മുടെ സെഷൻസ് കോടതിക്ക് അത് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ 100% പറയുന്നു, ഈ കേസ് ഹൈക്കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ വിധി നിലനിൽക്കുന്നതല്ല, കുറ്റമുക്തമാക്കിക്കൊണ്ടുള്ള വിധി നിലനിൽക്കുന്നതല്ല. എന്തിനാണ് ഈ അതിജീവിതയോട് ഒരു വിരോധം വരാൻ കാരണം? ആദ്യത്തെ ഭാര്യ നിലനിൽക്കുമ്പോൾ രണ്ടാമത്തെ കാമുകിയോടുണ്ടായ പ്രേമം ഈ സ്ത്രീയാണ് പ്രചരിപ്പിച്ചത് എന്നുള്ള ഒരു വൈരാഗ്യത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത അനിമോസിറ്റി. ഇനി ഈ ഇങ്ങനെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കാൻ പോലീസ് എന്ന് പറയുന്ന ഡിഫൻസ് കോടതിയിൽ പോലും സാധാരണ പറയുന്ന ഒരു വെർഷൻ അല്ലാതെ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കത്ത് 457 എന്ന് പറഞ്ഞൊരു രണ്ടാമത്തെ കത്തുണ്ട്. അതും ഈ 1-ാം പ്രതി എഴുതിയ കത്താണ്. ആ കത്തിൽ പറയുന്നത് എന്താണ്? അന്ന് എറണാകുളത്ത് അബാദ് പ്ലാസയിൽ പ്ലാൻ ചെയ്യുമ്പോൾ ഇന്നീ നാളും ഉണ്ടായിരുന്നു എന്നെല്ലാം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. 1-ാം പ്രതി കത്തിൽ എഴുതിയിരിക്കുകയാണ്. ഒരു ക്രിമിനൽ ഗൂഢാലോചനയിൽ രേഖാപരമായ തെളിവുണ്ടായിട്ട് നമ്മുടെ സെഷൻസ് കോടതിക്ക് അത് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ 100% പറയുന്നു, ഈ കേസ് ഹൈക്കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ വിധി നിലനിൽക്കുന്നതല്ല, കുറ്റമുക്തമാക്കിക്കൊണ്ടുള്ള വിധി നിലനിൽക്കുന്നതല്ല. കാരണം ഹൈക്കോടതി കുറ്റമുക്തമാക്കിയ കേസായിരുന്നു സൂര്യനെല്ലി കൂട്ടബലാത്സംഗ കേസ്. കീഴ്ക്കോടതി എല്ലാവരെയും ശിക്ഷിച്ചു, ഹൈക്കോടതി എല്ലാവരെയും വെറുതെ വിട്ടു. സുപ്രീം കോടതി തിരിച്ചു വന്ന് രണ്ടാമത് വാദം നടത്തിയപ്പോഴാണ് വെറുതെ വിട്ട 28 പ്രതികളെ കോടതി ശിക്ഷിച്ചത്. അതുകൊണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കാരണവശാലും ഈ മാസ്റ്റർ കോൺസ്പിറേറ്ററെ കുറ്റമുക്തമാക്കാൻ കഴിയാത്ത ഒരു തെളിവുള്ള കേസാണ്. ഈ 2 പ്രോസിക്യൂട്ടർ നിരത്തിയിരിക്കുന്ന ഇപ്പോൾ കോടതി സ്വീകരിച്ചിരിക്കുന്ന തെളിവുകളാണ് ഞാൻ പറഞ്ഞത്. P-122 എന്ന് പറഞ്ഞ ലെറ്റർ പ്രോസിക്യൂഷൻ റിലേ ചെയ്തതാണ്. ഈ P-457 എന്ന് പറയുന്ന രണ്ടാമത്തെ കത്ത് അത് പ്രോസിക്യൂഷൻ റിലേ ചെയ്തതാണ്. അപ്പൊ തെളിവുകളുടെ അഭാവമല്ല ഉറങ്ങുന്നവരെ നമുക്ക്. അതേസമയം തന്നെ നടിയെ ആക്രമിച്ച ഈ ഒരു കേസിൽ ദിലീപിനെ രക്ഷപ്പെടുത്താൻ മമ്മൂട്ടി ഇടപെട്ടു എന്നാണ് അതിജീവിതയുടെ അഭിഭാഷകയായിട്ടുള്ള TB മിനിയുടെ ആരോപണം. മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ടോ? മമ്മൂട്ടി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, മമ്മൂട്ടി ദിലീപിനോട് ഇടപെട്ടിട്ടുണ്ട് രക്ഷപ്പെടുത്താനായിട്ട്. തെളിവുണ്ട്, ഞങ്ങൾക്കുണ്ട് തെളിവ്. പക്ഷെ അവരാരും തന്നെ പ്രതികളല്ല, പക്ഷെ പ്രകൃതിയിൽ നിന്നും അവർക്ക് കിട്ടും. ആണ് എന്റെ ഒരു കാഴ്ച. ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് വൈരാഗ്യമുണ്ടെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ സിദ്ദിഖിന്റെ മൊഴി. അബാദ് പ്ലാസയിലെ മഴവില്ലഴകിൽ അമ്മ റിഹേഴ്സൽ ക്യാമ്പിൽ ഇക്കാര്യം തന്നോട് പറഞ്ഞിരുന്നു. നേരിൽ കണ്ടാൽ തല്ലുമെന്ന് പറഞ്ഞു. പ്രശ്നപരിഹാരത്തിന് ഇടപെട്ടു. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് ആക്രമിക്കപ്പെട്ട നടിയോട് പറഞ്ഞു. ഇങ്ങനെയൊക്കെയായിരുന്നു സിദ്ദിഖിന്റെ മൊഴി. എന്നാൽ കോടതിയിലെത്തിയപ്പോൾ ഇതെല്ലാം മാറി. ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോട് പൂർവ്വ വൈരാഗ്യം ഉണ്ടായിരുന്നെന്ന് നടി ഭാമ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. അവൾ എന്റെ കുടുംബത്തെ കത്തോളാണെന്നും നടിയെ പച്ചയ്ക്ക് കത്തിക്കുമെന്നും ദിലീപ് പറഞ്ഞു. എന്നാൽ ഈ പറഞ്ഞതൊന്നും ഓർക്കുന്നില്ലെന്നായിരുന്നു കോടതിയിലെത്തിയപ്പോൾ ഭാമയുടെ മൊഴി. ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോട് വൈരാഗ്യം ഉണ്ടായിരുന്നെന്ന് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയവരിൽ ബിന്ദു പണിക്കരുണ്ടായിരുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് ആക്രമിക്കപ്പെട്ട നടിയെ ഉപദേശിച്ചിരുന്നു. അങ്ങനെ അബാദ് പ്ലാസയിൽ അന്ന് നടന്ന കാര്യങ്ങൾ വിശദീകരിച്ച ബിന്ദു പിന്നീട് കോടതിയിൽ മൊഴി മാറ്റി. നാദർഷയും കാവ്യമാധവനും അടക്കം ഇനിയുമുണ്ട് മൊഴി മാറ്റിയ പ്രമുഖർ. സിനിമകളിൽ നിന്ന് തന്നെ മനഃപൂർവ്വം ഒഴിവാക്കുന്നതായി ആക്രമിക്കപ്പെട്ട നടി അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബുവിനോട് പരാതി പറഞ്ഞിരുന്നു. ദിലീപിന് അതിജീവിതയോട് വൈരാഗ്യം ഉണ്ടായിരുന്നെന്ന് മൊഴി നൽകിയ ഇടവേള ബാബു കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞു. മമ്മൂട്ടിയുടെ ഇടപെടലിന്റെ ആ ഒരു തെളിവ് തങ്ങളുടെ കയ്യിലുണ്ടെന്നും പക്ഷെ അവരൊന്നും പ്രതികളായിരുന്നില്ല എന്നുള്ള ഒരു ഇന്റർവ്യൂവിൽ TB മിനി ആരോപിച്ചത്. ഈ ആരോപണത്തോട് മമ്മൂട്ടി പ്രതികരിച്ചിട്ടില്ല. ദിലീപിന്റെ അറസ്റ്റിന് പിന്നാലെ അമ്മ സംഘടനയിൽ നിന്ന് നടനെ പുറത്താക്കുന്നതിനായിട്ട് മാധ്യമങ്ങളെ അറിയിച്ചത് മമ്മൂട്ടിയായിരുന്നു. ഇരയാക്കപ്പെട്ട നടിക്കൊപ്പമാണ് താനെന്നും കേസിന് എല്ലാവിധ സഹായവും നൽകുമെന്ന് അന്ന് മമ്മൂട്ടി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ TB മിനിയുടെ ഈ ഒരു ആരോപണത്തിന്റെ സത്യാവസ്ഥ മമ്മൂട്ടി വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന. സാക്ഷാൽ മമ്മൂട്ടി ഇതിലെ ഒരു നിലപാട് വ്യക്തമാക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനിടെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്ന് വെച്ചാൽ നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വകവരുത്താൻ ഗൂഢാലോചന നടത്തിയെന്നുള്ള കേസിലെ നടൻ ദിലീപിനും കൂട്ടുപ്രതികൾക്കും എതിരായിട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിൽ. ദിലീപാണ് 1-ാം പ്രതി. അവസാനഘട്ട പരിശോധനയ്ക്കായിട്ട് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് കൈമാറിയ കുറ്റപത്രം തിരിച്ചു കിട്ടി. നിർദ്ദേശിച്ച മാറ്റങ്ങൾ വരുത്തൽ പുരോഗമിക്കുകയാണ്. നടിയെ ആക്രമിച്ച കേസിന്റെ ശിക്ഷാവധി വെള്ളിയാഴ്ചയാണ്. ഇതിന് പിന്നാലെ കുറ്റപത്രവും നൽകും. 2022 ഡിസംബറിൽ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് 2023 ജനുവരി 10-നാണ് 7 പേർക്കെതിരെ കേസെടുത്തത്. ദിലീപ്, സഹോദരൻ അനൂപ്, സഹോദരി ഭർത്താവായിട്ടുള്ള TN സുരാജ്, മാനേജർ കൃഷ്ണപ്രസാദ്, സുഹൃത്തുക്കളായിട്ടുള്ള ബൈജു ചെങ്ങമനാട്, ശരത് ജി നായർ, IT വിദഗ്ധൻ സായ് ശങ്കർ എന്നിവരാണ് പ്രതികൾ. സായ് ശങ്കറിനെ പിന്നീട് മാപ്പ് സാക്ഷിയാക്കി.
ആലുവയിലെ പത്മസരോവരത്തിന്റെ വീട്ടിൽ വെച്ച് ദിലീപ് സഹോദരനടക്കമുള്ളവരോട് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും ചെയ്യണമെന്നും SP KS സുദർശന്റെ കൈവെട്ടണമെന്നും പറഞ്ഞതായാണ് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ. ശബ്ദരേഖയും ഫോൺ റെക്കോർഡും അടക്കം തെളിവായിട്ട് ശേഖരിച്ചു. മുൻകൂർ ജാമ്യം തേടിയെങ്കിലും കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. 3 ദിവസം ദിലീപിനെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. കേസ് റദ്ദാക്കാൻ ദിലീപ് നൽകിയ ഹർജി ഹൈക്കോടതിയും തള്ളി. അന്വേഷണം CBIക്ക് വിടണമെന്നുള്ള ആവശ്യവും നിരാകരിച്ചിരുന്നു. അന്വേഷണം തുടങ്ങിയതോടെ ദിലീപും സഹോദരനും ഉപയോഗിച്ചിരുന്ന ഫോണുകൾ മുംബൈയിലെ ലാബിൽ എത്തിച്ച് വിവരങ്ങൾ നീക്കിയെന്നാണ് കണ്ടെത്തൽ. വിവോ, സാംസങ്, ഐഫോൺ എന്നിവയാണ് ലാബിൽ എത്തിച്ച ഫോണുകൾ. ഈ ഫോണുകളിൽ നിന്ന് നീക്കം ചെയ്ത 285 GB ഡേറ്റ വീണ്ടെടുത്ത് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയെന്നാണ് അറിയുന്നത്. ഇതിൽ ബാലചന്ദ്രകുമാർ മരിച്ചത് പ്രോസിക്യൂഷന്റെ വാദങ്ങളെ ബാധിച്ചേക്കും.